മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്, സൂപ്പ് സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യമായി നമ്മൾക്ക് സൂപ്പ് സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾക്കൊരു 20 മിനിറ്റ് ഫെർമെൻ്റ് ആകാൻ വയ്ക്കാം. നല്ലോണം മൂടി വെച്ചിട്ട് ഇതിന് മാറ്റി വയ്ക്കാം. ഇതാ നമ്മൾ നേരത്തെ ഫെർമെൻ്റ് ആകാൻ വെച്ചിരിക്കുന്ന പാലും പഞ്ചസാരയും ഈസ്റ്റും കൂടെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിത് മാവ് കുഴച്ചെടുക്കാം. ഇത് ഗോതമ്പ് പൊടിയാണ്. 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 1/4 കപ്പാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അജ്വൈൻ, അയമോദകവും കുറച്ച് ജീരകവും കൂടെ ചേർക്കാണ്. ഇനി ഇതാ കുറച്ച് മുളക് പൊടി ചേർക്കാം. എരിവിനാവശ്യം അധികം ഒരു എരിവ് വേണ്ടല്ലോ. ഇതതിന് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാണ്. നല്ലൊരു ഫ്ലേവർ മതി. ഇതാവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലൂടെ മാവിലും കൂടെ ചേർക്കാണ്. ഇനി നമ്മളിത് ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും പഞ്ചസാര ഈസ്റ്റും കൂടെയുള്ള മിശ്രിതം ഇതിലേക്ക് ചേർക്കാണ്. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ 1/2 ടീസ്പൂണ് വെള്ളുള്ളിയുടെ പൊടി ചേർക്കാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതാ ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുറച്ചൊരു എണ്ണയൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. മാവ് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇനി നമ്മൾക്കിത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. ഇനി നമ്മൾക്കിത് ഇതേപോലെ എത്ര വലുപ്പം വേണോ അത്ര അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമ്മൾക്കിത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ വയ്ക്കാം. അത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എടുത്ത് വയ്ക്കാം. ഇതേപോലെ ചെയ്താൽ മതി. എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓവനിലേക്ക് വയ്ക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മൂടി വയ്ക്കാം. ഇതാ നമ്മളുടെ സൂപ്പ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് സൂപ്പിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല, കുട്ടികൾക്കൊക്കെ കയ്യിൽ ഓരോന്ന് കൊടുത്താൽ കുട്ടികളിങ്ങനെ കൊണ്ടു നടന്ന് കഴിച്ചോളും. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പ് സ്റ്റിക്ക് 20 മിനിറ്റ് അല്ല, 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചപ്പോഴാണ് കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്നോളെന്ന ഓപ്ഷനോട്
എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.